എടാ +1 ഫിസിക്സും നീരജ് ചോപ്രയും തമ്മിൽ ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വാ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. എടാ ഇത് നിങ്ങൾ നീരജ് ചോപ്ര എന്ന് കൺസിഡർ ചെയ്യുക. അദ്ദേഹം എന്താക്കണത്, അദ്ദേഹത്തിൻ്റെ ജാവലിങ് യു എന്ന് പറഞ്ഞ ഇനീഷ്യൽ വെലോസിറ്റിയിൽ, തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ ഓഫ് പ്രൊജക്ഷനിൽ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിൽ പ്രൊജക്റ്റ് ചെയ്ത് വിടുന്നു. അതിങ്ങനെ പോയി 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 ദൂരെ പതിക്കുന്നു. ഈ മോഷൻ എന്താടാ? ഈ മോഷൻ ഒരു പ്രൊജക്റ്റൈൽ മോഷൻ അല്ലേ? കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗ്രാവിറ്റീൻ്റെ ഇൻഫ്ലുവൻസിൽ മാത്രമേ പോകുന്നുള്ളൂ. ഇവിടെ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യണില്ല. ആൻഡ് ഇതൊരു പാരാബോളിക് പാത്ത് ഫോളോയും ചെയ്യുന്നുണ്ട്. സോ ഇതൊരു പ്രൊജക്റ്റൈൽ മോഷൻ അല്ലേ? അപ്പോൾ പ്രൊജക്റ്റൈൽ മോഷനിൽ നീരജ് ചോപ്ര എത്ര ദൂരെ എറിഞ്ഞു എന്ന് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്നായിരുന്നു എന്ന് വെച്ചാൽ പ്രൊജക്റ്റൈൽ മോഷൻ്റെ മാക്സിമം റേഞ്ച് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്തായിരുന്നു? ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്തായിരുന്നു? R=u²sin2θ/g. ഇതവിടെ വെക്കുക. എടാ നിങ്ങൾ ഈ ഇക്വേഷൻ നോക്കി, ഈ റേഞ്ച് ആകെ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തൊക്കെ കാര്യത്തിനെയാണ്? ഇനീഷ്യൽ വെലോസിറ്റീനെയും ആംഗിൾ ഓഫ് പ്രൊജക്ഷനെ അല്ലേ? അങ്ങനെ നീരജ് ചോപ്ര ബിഗിനർ ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി മാക്സിമം അച്ചീവ് ചെയ്യാൻ പറ്റുന്ന 20 മീറ്റർ/സെക്കൻഡ് ആണ് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെ അദ്ദേഹത്തിനൊരു പൂതി, ഈ 20 മീറ്റർ/സെക്കൻഡ് വെച്ച് അദ്ദേഹത്തിന് മാക്സിമം റേഞ്ചിൽ എറിഞ്ഞിട്ട് ഗോൾഡ് മെഡൽ അടിക്കണം. അങ്ങനെ അയാൾ +1 ഇക്വേഷൻ ഓർമ്മ വന്ന്, ഏത്? R=u²sin2θ/g. അങ്ങനെ അദ്ദേഹത്തിന് മനസ്സിലായി യുവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, യു അദ്ദേഹത്തിന് മാറ്റാൻ പറ്റില്ല. പിന്നെ അദ്ദേഹത്തിന് മാറ്റാൻ പറ്റുന്ന കാര്യം എന്താ? ഇവിടെ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. അങ്ങനെ അയാൾ പല പല ആംഗിളിലും പ്രൊജക്റ്റ് ചെയ്യാൻ നോക്കി. അങ്ങനെ ഒരു ദിവസം അയാൾ 20 ഡിഗ്രിയിൽ എറിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മാക്സിമം റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്ത് ഈക്വേഷൻ വെച്ച് ഈ വാല്യൂസ് ഒക്കെ അതിൽ 20 ഇൻപുട്ട് ചെയ്ത്, തീറ്റയ്ക്ക് 20 ഇൻപുട്ട് ചെയ്തിട്ട് അദ്ദേഹത്തിന് എന്ത് വാല്യൂ കിട്ടി? അതിൻ്റെ റേഞ്ചിൻ്റെ വാല്യൂ 26.24 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇത്രയും ദൂരം 26.24 20 ഡിഗ്രിയിൽ എറിഞ്ഞപ്പോൾ അത്ര കിട്ടി. അതവിടെ വെക്കുക. അദ്ദേഹം അങ്ങനെ പല ആംഗിളിൽ എറിഞ്ഞിട്ട് അദ്ദേഹം 45 ഡിഗ്രിയിൽ എറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു അത്ഭുതം കാണാൻ പറ്റി. എന്താ? ആ റേഞ്ച് 45 ഡിഗ്രിയിൽ എറിഞ്ഞപ്പോൾ വാല്യൂസൊക്കെ ഇൻപുട്ട് ചെയ്തപ്പോൾ 40 മീറ്റർ എന്ന് കിട്ടിയത് 4 × sin 90 വരും. ഇവിടെ 2θ 90 വരും, /10 എന്ത് വരും? 40 മീറ്റർ എന്ന് കിട്ടി. സോ നിങ്ങൾ നോക്കിയേ, 26.24 മീറ്ററിൽ നിന്നും ഇനീഷ്യൽ വെലോസിറ്റി മാറ്റാതെ അദ്ദേഹത്തിന് 40 മീറ്റർ അച്ചീവ് ചെയ്യാൻ പറ്റി. ഇവിടെ അല്ലടാ റിയൽ ബ്യൂട്ടി ഓഫ് ഫിസിക്സ് കിടക്കുന്നത്. അദ്ദേഹത്തിന് ഈ ഇക്വേഷൻ അറിയുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഇനീഷ്യൽ വെലോസിറ്റി മാറ്റാതെ 40 മീറ്റർ എറിയാൻ പറ്റി. ഇതാണ് ഞാൻ പറഞ്ഞത്. സോ ദ റേഞ്ച് ഓഫ് എ പ്രൊജക്റ്റൈൽ ഡിപ്പെൻഡ് അപ്പോൺ ഓൺലി ഇനീഷ്യൽ വെലോസിറ്റിൻ്റെ സ്ക്വയർ നെയിം ആംഗിൾ ഓഫ് പ്രൊജക്ഷനെയാണ്. സോ അദ്ദേഹത്തിന് കിട്ടിയ 45 ഡിഗ്രി എന്താ? മാക്സിമം അച്ചീവ് ചെയ്യാൻ പറ്റുന്ന റേഞ്ചാണ്. സോ റേഞ്ച് മാക്സിമം ആവുന്ന കണ്ടീഷൻ ഏതാ? θ=45 ഡിഗ്രി. മനസ്സിലായില്ലേടാ? ഇതാണടാ ഫിസിക്സിൻ്റെ ബ്യൂട്ടി. സോ ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം എളുപ്പമായിരിക്കും. സോ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.